പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ये साले जितने भी स्टाफ के सब अंदर है, बाकी जो छोड़े रहते हैं तो रोज किससे करवाए नहीं देख रहे अंदर अकेला ही है, इधर मदद करवाओ, कोई प्लीज हमारी मदद करवाओ। हस्बैंड खत्म हो गए, कल परसों शाम को एडमिट किया था मैंने, अभी फोन आ गया कि खत्म हो गए। എന്താ പ്രശ്നം? എന്താ എപ്പോ വന്നതാ? 10 മണിക്ക് മുമ്പേ വന്നതാണ്. അവര് പറയണേ ഫ്ലാറ്റ് വിടുന്നവരൊക്കെയാണ് സേഫ് ഉള്ളത്. അവർ ഇവിടുന്ന് ഫ്ലാറ്റ് വിട്ടാൽ അമ്മ എപ്പോ വന്നതാ? 9 മണിക്ക് ഇവിടെ എത്തിയതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ, അതിൽ ആദ്യത്തെ 2 ദൃശ്യങ്ങൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ളതാണ്. ഒന്ന് ഡൽഹിയിലും മറ്റൊന്ന് ആഗ്രയിലും. ആഗ്രയിൽ രേണു സിംഗാൾ എന്ന യുവതിയുടെ ഭർത്താവിന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ആഗ്രയിലെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഓക്സിജനോ കിടക്കയോ കിട്ടാത്തതുകൊണ്ട് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് രേണു സിംഗാൾ. പക്ഷേ 10 മിനിറ്റിനുള്ളിൽ രേണു സിംഗാളിൻ്റെ ഭർത്താവ് മരണത്തിന് കീഴടങ്ങിയതായിരുന്നു ആദ്യ ചിത്രം. രണ്ടാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലൊന്ന്, ഓക്സിജനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ക്ഷാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ദൃശ്യങ്ങളായിരുന്നു രണ്ടാമത് പ്രേക്ഷകർ കണ്ടത്. ഉത്തരേന്ത്യയിൽ നടന്നത് ഉത്തരേന്ത്യയിലെ വിവിധ സർക്കാരുകളുടെ അലംഭാവം എന്ന രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നതെങ്കിൽ ഇങ്ങ് കേരളത്തിലും സംഭവിച്ചു. വാക്സിൻ ക്യാമ്പിൽ നടക്കുന്ന ഇപ്പോഴത്തെ അനാസ്ഥ, അവിടുത്തെ തിക്കും തിരക്കും. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിനെത്തുന്നവർ കോവിഡ് വ്യാപനത്തിനിടയാക്കുന്ന സാഹചര്യം അധികൃതരുടെ അനാസ്ഥയിൽ നിന്നുണ്ടായതാണെന്ന് കൃത്യമായും രേഖപ്പെടുത്തിയ ദൃശ്യങ്ങളാണ് ഇന്ന് തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് നിന്നും എത്തിയത്. ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നത് പഴയ 1ാം തരംഗത്തിലെ കോവിഡ് വ്യാപനത്തിനേക്കാൾ 20%-ലധികം വ്യാപനശേഷി കൂടുതലുള്ള 2ാം തരംഗത്തിൽ ഇരട്ടി ജാഗ്രത വേണ്ടുന്നിടത്ത് അനാസ്ഥ കൊണ്ട് കൈ കഴുകരുത് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഇന്നത്തെ വാർത്താപ്പകൽ നിറഞ്ഞു നിന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് നൈറ്റ് ആരംഭിക്കുന്നു. സ്വാഗതം. ഇന്നും സംസ്ഥാനത്തിന് ആശ്വസിക്കാൻ ഒരു വകയുമില്ല. 21,890 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സാമ്പിൾ പരിശോധനയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലുണ്ടായിരിക്കുന്ന ഈ കുറവ് ആശ്വസിക്കാൻ വകയായി ഒരു കാരണവശാലും കാണാനും കഴിയില്ല. ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അനുജ് പറയും. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കണക്ക് ഇന്നും 20,000 കടന്നു. 28 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.71%. വൈറസിന്റെ ബ്രിട്ടീഷ്, ദക്ഷിണാഫ്രിക്കൻ വകഭേദങ്ങൾ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിതരുടെ ഡിസ്ചാർജ് മാനദണ്ഡം പുതുക്കി ആരോഗ്യവകുപ്പ്. വാക്സിൻ ക്ഷാമമുണ്ടെന്ന മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ പ്രോട്ടോകോൾ കാറ്റിൽ പറത്തി വൻ ജനക്കൂട്ടം. തിക്കിലും തിരക്കിലും 3 പേർ തളർന്നു വീണു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ ഇല്ല. വാരാന്ത്യ നിയന്ത്രണം തുടരാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. സർവകക്ഷി യോഗത്തിന് ശേഷം ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞത് നിയന്ത്രണങ്ങൾ കടുപ്പിക്കേണ്ടതിന്റെ സാഹചര്യമായിരുന്നു. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായും വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം ഒരിക്കൽ കൂടി. സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്ന സർക്കാർ നിലപാട് തന്നെയാണ് യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കുവച്ചത്. എന്നാൽ ഇന്നത്തെ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് കടുത്ത നിയന്ത്രണങ്ങൾ സ്വീകരിക്കേണ്ടി വരും. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാൻ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നതാണ് സർവകക്ഷി യോഗത്തിൻ്റെ പൊതു അഭ്യർത്ഥന. രാത്രികാല നിയന്ത്രണം ഏപ്രിൽ 20 മുതൽ സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ഒരു തരത്തിലുള്ള ഒത്തുചേരലും പാടില്ല. എന്നാൽ അവശ്യ സേവനങ്ങൾക്കും
ആശുപത്രികൾ, മരുന്ന് ഷോപ്പുകൾ, പാൽ വിതരണം, മാധ്യമങ്ങൾ എന്നിവയ്ക്കും ഈ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവ് നൽകിയിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങളും സംസ്ഥാനത്തെ കോവിഡ് കണക്കിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വിനീത വിജി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഹലോ വിനീത, വെരി ഗുഡ് ഈവനിംഗ്. മുഖ്യമന്ത്രി പ്രധാനമായും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, കോവിഡിലെ കണക്കുകൾ, സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങൾ, നാളെ മുതൽ നമ്മൾ നേരിടാൻ പോകുന്ന നിയന്ത്രണങ്ങൾ ചുരുക്കി പറഞ്ഞാൽ. തീർച്ചയായും നാളെ മുതൽ കടുത്ത ഒരു നിയന്ത്രണത്തിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ ഒരു സ്ഥിതിഗതികൾ നോക്കുമ്പോൾ ഇന്ന് 21,890 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 96,738 സാമ്പിളുകളാണ് പരിശോധിച്ചിട്ടുള്ളത്. 21.71 പോസിറ്റിവിറ്റി നിരക്ക്. ഇതിൽ ഏറ്റവും ഒരു ആശങ്ക എന്ന് പറയുന്നത് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് ഇന്നും പ്രതിദിന കണക്ക് മുൻനിർത്തി നോക്കുമ്പോൾ ഇന്നും രോഗികളുടെ എണ്ണത്തിൽ 3000-ന് മുകളിൽ തന്നെയാണ് കോഴിക്കോട്ടെ ഒരു സ്ഥിതിയുള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരം, മലപ്പുറം, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ ഇത്തരത്തിൽ ഒരു 4 ജില്ലകളിൽ 2000-ന് മുകളിൽ ഇന്നത്തെ കണക്കനുസരിച്ച് കോവിഡ് രോഗികളുണ്ട്. ഒപ്പം തന്നെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 70 ആരോഗ്യ പ്രവർത്തകരുമുണ്ട്. 28 പേരുടെ മരണമാണ് ഇന്ന് COVID-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി സംസ്ഥാനത്ത് COVID-19 മൂലം മരിച്ചവരുടെ എണ്ണം 5,738 ആയിരിക്കുന്നു. വലിയൊരു ആശങ്കയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നതെന്ന് തന്നെയാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറവാണ്, അല്ലെങ്കിൽ അത് പരിശോധിച്ച സാമ്പിളുകളുടെ എണ്ണത്തിലുണ്ടായ ഒരു കുറവാണ്. അതൊന്നും തന്നെ നമുക്ക് ആശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും പറഞ്ഞത് ഉത്തരേന്ത്യയുടെ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലടക്കം ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണം വേണമെന്നൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് നാളെ സംസ്ഥാനം കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകുന്നത്. അവശ്യ സർവീസുകൾക്ക് മാത്രം അനുവാദം നൽകിക്കൊണ്ടുള്ള വാരാന്ത്യ നിയന്ത്രണം അത് അങ്ങനെ തന്നെ തുടരും. ഒപ്പം തന്നെ കർഫ്യൂ, രാത്രികാല കർഫ്യൂവും തുടരും. സിനിമാ തിയേറ്ററുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, ഇങ്ങനെയുള്ള ജിംനേഷ്യം, നീന്തൽക്കുളങ്ങൾ ഇവയെല്ലാം തന്നെ ഇത്തരത്തിൽ നിയന്ത്രണങ്ങളുടെ ഭാഗമായി അടഞ്ഞുകിടക്കും. ബാറുകൾ, അതോടൊപ്പം തന്നെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. അവശ്യ സാഹചര്യങ്ങൾക്ക് മാത്രം ആളുകൾ പുറത്തേക്ക് ഇറങ്ങുക എന്നൊരു നിർദ്ദേശം. എനിക്ക് തോന്നുന്നു ആ വിഷയങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് ഗ്രാഫിക്സ് ആയി തന്നെ കാണിക്കുകയും ചെയ്യാം. താങ്ക് യു വിനീത. വിനീതയാണ് പങ്കുവച്ചത്. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനങ്ങളൊപ്പം തന്നെ നിയന്ത്രണങ്ങൾ എന്തൊക്കെയായിരിക്കും നാളെ എന്നുള്ളത്. അതിനു മുമ്പ് ഇന്ന് അടക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നമ്മൾ പരിചയപ്പെടുന്നു. കേരളത്തിൽ ഇന്ന് കണക്കുകളിൽ ഒരുപക്ഷെ ഇന്നലത്തെ അപേക്ഷിച്ച് കുറവായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിലും അത് സാമ്പിൾ സൈസ് കുറവായതുകൊണ്ടാണ് എന്നാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശ്വസിക്കാനുള്ള വക നൽകുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കേരളത്തിൻ്റെത് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. കഴിഞ്ഞ ഒരാഴ്ചയായി ഉയർന്നു നിൽക്കുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് തന്നെയാണ്. 20% മുകളിൽ എന്ന കണക്ക് ഇന്നും മാറിയിട്ടില്ല. ഇന്ന് 22% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എത്തിയിരിക്കുന്നു. 22.71% എന്ന രീതിയിലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോൾ തുടരുന്നത്. ഇത് 17.45 നിന്ന് 20% പിന്നീട് 22% എത്തുന്നതായിട്ടാണ് കണക്കുകൾ നമ്മളോട് പറഞ്ഞത്. എന്തായാലും 5 പേരിൽ ഒരാൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരിൽ ഒരാൾ കോവിഡ് പോസിറ്റീവ് ആവുന്നു എന്നാണ് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നമ്മളോട് പറയുന്നത്. രോഗവ്യാപനം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന 10 ജില്ലകൾ കൂടി നമ്മൾ നോക്കുന്നു വളരെ വേഗം. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നത് റെഡ് നിറത്തിൽ കാണപ്പെടുന്ന, ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് രോഗവ്യാപനം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജില്ലകളാണ്. കോഴിക്കോട് 3251 ഇന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മലപ്പുറത്ത് 2000-ലധികം കോവിഡ് രോഗികൾ, തൃശ്ശൂരിലും 2000-ലധികം, എറണാകുളത്ത് 2515, തിരുവനന്തപുരത്തും 2272 രോഗികൾ എന്ന നിലയിലാണ് കോവിഡ് വ്യാപനം കൂടുന്നത്. എറണാകുളം 3000-ൽ താഴെ വന്നു എന്നത് മാത്രമാണ് ഇന്നത്തെ ദിവസം എറണാകുളത്തെ സംബന്ധിച്ചുള്ള ഏക ആശ്വാസം. പക്ഷേ സാമ്പിൾ സൈസ് കുറവായിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ പറയണം. പക്ഷേ അപ്പോഴും കോഴിക്കോട് 3251 ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഉയർന്ന പ്രതിദിന രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നും കോഴിക്കോട് തന്നെയാണ്. 3251 കോഴിക്കോട്ടെ ഇന്നത്തെ പ്രതിദിന രോഗബാധ. കോഴിക്കോട്ട് നിന്നുമുള്ള കണക്കുകൾ കൂടി പ്രേക്ഷകരൊന്ന് നോക്കൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കോഴിക്കോടിന്റെ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നത് 3000-ന് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് ഏപ്രിൽ 22 മുതലാണ്. കഴിഞ്ഞ ഏപ്രിൽ 22 മുതൽ 5 ദിവസവും 3000-ന് മുകളിൽ രോഗികൾ എന്ന നിലയിലാണ് കോഴിക്കോടിന്റെ പോക്ക്. ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കോഴിക്കോട് നിന്നുണ്ടാവുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഇനി ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. കോഴിക്കോട് നിന്നും 3251 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. നിയന്ത്രണങ്ങൾ കോഴിക്കോട് കടുപ്പിക്കുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഇപ്പോൾ നിലവിലുള്ളതുപോലെയുള്ള നിയന്ത്രണങ്ങൾ നാളെ കോഴിക്കോട് ജില്ലയിൽ അധികമായി വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മളോട് രഞ്ജിത്ത് പറയും. ഓവർ ടു രഞ്ജിത്ത്. രഞ്ജിത്ത്, എന്തൊക്കെയായിരിക്കും നാളെ മുതൽ നിയന്ത്രണം വരാനുള്ള സാധ്യത എന്നുണ്ട്? സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം അത് തന്നെയായിരിക്കുമല്ലോ ഏറ്റവും പ്രധാനം. കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ ഇപ്പോഴും കോഴിക്കോട് തുടരുകയാണ്. ഓവർ ടു യു രഞ്ജിത്ത്.
ഡോക്ടർ അരുൺകുമാർ, കോഴിക്കോട് ജില്ലയുടെ സ്ഥിതി ആശങ്കാജനകം എന്ന് പറയാതെ വയ്യ. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി 3000-ലധികം കോവിഡ് കേസുകളാണ് കോഴിക്കോട് ജില്ലയിൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് 3251 ആണെങ്കിൽ ഇന്നലെ അത് 3997 എന്ന കണക്കിലേക്ക് 4000-ത്തോടടുത്ത കണക്കിലേക്ക് വന്നു. ഇന്ന് അല്പം കുറഞ്ഞ് 3251 ആയത് ആശങ്കാജനകം തന്നെയാണ്. കാരണം അതിൽ ആശ്വസിക്കാൻ വകയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നത്തെ ടെസ്റ്റിന്റെ എണ്ണം കുറവാണ്. ഇന്നലെ 14,000 ചില്ലുവാനം ടെസ്റ്റുകൾ നടന്നുവെങ്കിൽ ഇന്ന് 12,000 ചില്ലുവാനം ടെസ്റ്റുകൾ മാത്രമാണ് നടന്നത്. ടെസ്റ്റുകൾ കുറഞ്ഞതോടുകൂടിയാണ് ഇന്ന് 3251 എത്തിയത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ വലിയ നിരക്കാണ്. ഇന്ന് 26.69 ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്നലെ അത് 28 കവിഞ്ഞ നിരക്കിലേക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടി. അതായത് 100 പേരെ പരിശോധിക്കുന്നതിൽ 27-28 ആളുകൾ കോവിഡ് പോസിറ്റീവാണ് എന്നുള്ള ആശങ്കാജനകമായ കണക്കാണ്. ഇനി നമുക്ക് കോഴിക്കോട് ജില്ലയിൽ എടുത്തിട്ടുള്ള മുൻകരുതലുകളെ കുറിച്ച് പറയാൻ സാധിക്കും. നാളെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഒരു പ്രാദേശിക ലോക്ക്ഡൌൺ എന്ന രീതിയിൽ നിയന്ത്രണം കടുപ്പിക്കാൻ എത്രത്തോളം സാധിക്കും എന്നതിനെക്കുറിച്ച് ഒരു ജനാഭിപ്രായം ആരായാൻ വേണ്ടി സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു. അതിൽ കവിഞ്ഞ് കൂടുതൽ FLTCകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിൽ 550 ബെഡുകളുള്ള ഒരു FLTC സൗകര്യമൊരുക്കി. ഇന്ന് കോഴിക്കോട് കൊടുവള്ളിയിൽ 100 ബെഡുകളുള്ള ഒരു FLTC സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അവിടെ 6 അംഗ ആരോഗ്യ സംഘത്തെയും സേവനം ഒരുക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ FLTCകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാൻ വേണ്ടി നാളെ ഒരു വ്യക്തമാണ്. എന്തായാലും കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. 3000-ലധികം കോവിഡ് രോഗികളെ ഇന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കോഴിക്കോട്ട് നാളത്തെ സർവകക്ഷി യോഗം ആ അർത്ഥത്തിൽ നിർണായകവുമാണെന്ന് പറയുന്ന ഒരു മിനി ലോക്ക്ഡൌൺ പ്രതീക്ഷിക്കാം എന്തായാലും കോഴിക്കോട് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ മുതൽ സംസ്ഥാന വ്യാപകമായി എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഇന്നത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും നാളെ മുതൽ പ്രാവർത്തികമാകുന്ന നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്, പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം നോക്കൂ. നാളെ മുതൽ വരുന്ന നിയന്ത്രണങ്ങളെ കുറിച്ചാണ് പ്രേക്ഷകരോട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും വാരാന്ത്യത്തിലല്ല നാളെ രാവിലെ മുതൽ കേരളത്തിൽ നിലവിലുള്ള നിയന്ത്രണങ്ങളുടെ ഒരു ചുരുങ്ങിയ രൂപമാണ് പ്രേക്ഷകരുടെ മുന്നിൽ നമ്മളിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു മിനി ലോക്ക്ഡൌൺ സിസ്റ്റം തന്നെയാണ് നാളെ മുതൽ പ്രാവർത്തികമാകുന്നത്. ആരാധനാലയങ്ങളിൽ 2 മീറ്റർ സാമൂഹിക അകലം പാലിച്ച് പരമാവധി 50 പേർക്ക് പ്രവേശനം. എല്ലാ പൊതു സ്വകാര്യ യോഗങ്ങളും നോ ഓഫ്ലൈൻ മീറ്റിംഗ്, എല്ലാം ഓൺലൈനായി തന്നെ നടത്തണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ. ആൻഡ് നമ്പർ 3, സിനിമ, തിയേറ്റർ, മാൾ, ബാർ, ജിംനേഷ്യം, ക്ലബ്, കായിക പരിശീലന കേന്ദ്രങ്ങൾ, സ്വിമ്മിംഗ് പൂൾ, പാർക്കുകൾ എന്നിവ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ അടഞ്ഞുകിടക്കും. ശ്രദ്ധേയമായ കാര്യം, ബാറിനോടൊപ്പം തന്നെ ബിവറേജസ് കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും എന്നുള്ളതാണ്. മെയ് 1, 2 തീയതികൾ നിർണായകമാണ്. മെയ് 1-ാം തീയതി വോട്ടെണ്ണലിന് തലേ ദിവസം, മെയ് 2-ാം തീയതി വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾക്കുള്ള സൗകര്യം അടിയന്തര സേവനങ്ങൾക്ക് മാത്രമായിരിക്കും അനുമതി ഉണ്ടാവുക. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഒഫീഷ്യലുകൾക്കും മാധ്യമപ്രവർത്തകർക്കും മാത്രമായിരിക്കും RT-PCR ടെസ്റ്റ് വഴി ഈ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനവും ഉണ്ടാവുക. അതിന് മെയ് 2-ാം തീയതി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന പ്രത്യേക മാർഗനിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, സ്ഥാനാർത്ഥികൾ, കൗണ്ടിംഗ് ഏജന്റുമാർ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് മാത്രമായിരിക്കും അനുമതി. ശ്രദ്ധേയമായ കാര്യം, ഇവർ തന്നെ വരുമ്പോൾ 2-ാം ഡോസ് വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ 72 മണിക്കൂറിനടുത്ത് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വേണം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്താൻ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. നെക്സ്റ്റ്, അടുത്ത പ്രധാനപ്പെട്ട നിയന്ത്രണം രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾ, മതചടങ്ങുകൾ, കൂട്ടം ചേരലുകൾ എന്നിവയ്ക്ക് ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധനം എന്നുള്ളതാണ്. ശനിയും ഞായറും അത് ഇന്നത്തേതുപോലെ തന്നെ ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൌൺ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു മിനി ലോക്ക്ഡൌൺ ആയി തന്നെ തുടരും. ശനി ഞായർ ദിവസങ്ങളിൽ അവശ്യ അടിയന്തര സർവീസുകൾക്ക് മാത്രം അനുമതി എന്ന രീതിയിലായിരിക്കും ശനി ഞായർ ദിവസങ്ങളിൽ നിയന്ത്രണം ഉണ്ടാവുക. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശനിയാഴ്ചകളിൽ അവധിയായിരിക്കും. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ശനിയാഴ്ചയിലെ അവധി തുടരുകയും ചെയ്യും. വിവാഹ ചടങ്ങുകളിൽ പരമാവധി 50 പേരെ പങ്കെടുപ്പിക്കാം. പക്ഷേ സമയത്തിന്റെ പരിമിതി നിശ്ചയിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ മാത്രമായി പൂർണ്ണമായും വിവാഹ ചടങ്ങുകൾ, സദ്യ അടക്കം ഒരുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് അനദർ വൺ, വിവാഹ ചടങ്ങുകൾക്ക് കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം എന്നുകൂടി കൃത്യമായ നിബന്ധനയുണ്ട്. ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരമാവധി 20 മാത്രം ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ കടുത്ത നിയന്ത്രണങ്ങളാണ്
കടകളും റെസ്റ്റോറന്റുകളും രാത്രി 7:30 അടയ്ക്കണം. നേരത്തെ ശനി ഞായർ ദിവസങ്ങളായിരുന്നുവെങ്കിൽ എല്ലാ ഷോപ്പുകളും റെസ്റ്റോറന്റുകളും രാത്രി 7:30 അടയ്ക്കണം. അതേസമയം പാഴ്സൽ സർവീസിന്, ഹോം ഡെലിവറി സേവനത്തിന് നിയന്ത്രണം ബാധകമല്ല. രാത്രി 9:30 വരെ പാഴ്സൽ സർവീസുകൾ ലഭിക്കും. കടകളിലും റെസ്റ്റോറന്റുകളിലും ആളുകളെ കൂടുതൽ സമയം തങ്ങാൻ അനുവദിക്കാനും പാടില്ല എന്ന നിയന്ത്രണം കൂടി ഇതിന്റെ ഭാഗമായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ ഈ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുന്നു. അതിഥി തൊഴിലാളികൾക്ക് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറക്കും. അതിഥി തൊഴിലാളികൾക്ക് നിലവിലെ ജോലി അതാതിടങ്ങളിൽ തുടരാം. അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് തിരികെ മടങ്ങിപ്പോകേണ്ടതില്ല എന്നതാണ് നിലവിൽ ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളായി ഇന്നത്തെ സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിവെച്ച ഒരു വാർത്ത കൂടിയുണ്ട്. 28 മുതൽ ആരംഭിക്കാനിരുന്ന പരീക്ഷകളാണ് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് താൽക്കാലികമായി മാറ്റിവെച്ചത്. പുതുക്കിയ പരീക്ഷാ തീയതികൾ പിന്നീട് അറിയിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെക്കണമെന്ന് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടിരുന്നു. ലാബുകളിലെ സ്ഥലപരിമിതിയും ഒരു ഉപകരണം തന്നെ ഒരേ സമയം ഒന്നിലധികം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതും പ്രതിസന്ധിയുണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ മാസം 27, 28, 29 തീയതികളിൽ നിശ്ചയിച്ചിരുന്ന SSLC പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമുണ്ടാകില്ല. ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത്. ഇന്ന് നമ്മൾ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടു. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിയുള്ള ഒരു ആൾക്കൂട്ടമായിരുന്നു ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലെത്തിയത്. വാക്സിൻ കേന്ദ്രമായിരുന്നു ജിമ്മി ജോർജ് സ്റ്റേഡിയം. ഇന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നവരുണ്ടായിരുന്നു. പ്രായമായവർ മണിക്കൂറുകളോളം ഈ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലെ വാക്സിൻ ക്യാമ്പുകളിൽ സർക്കാരിന്റെ അനാസ്ഥ കാരണം കാത്തു നിൽക്കേണ്ടി വന്നു. വെയിലത്ത് കാത്തുനിന്ന പലരും കുടിവെള്ളം കിട്ടാതെ തളർന്നു വീഴുന്നതും ഞങ്ങളുടെ ക്യാമറ മുമ്പിൽ തന്നെയായിരുന്നു. ഇവരെ ആശുപത്രിയിലാക്കാനുള്ള ആംബുലൻസുകൾ പോലും വാക്സിൻ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ വാക്സിൻ ക്യാമ്പുകളിലെ അനാസ്ഥയുടെ നേർചിത്രമായ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലെ കാഴ്ചകളിലേക്ക്. തലസ്ഥാനത്തെ പ്രധാന വാക്സിനേഷൻ കേന്ദ്രമായ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടും പ്രായമായവർക്കടക്കം വെയിലത്ത് മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ടി വന്നത്. സ്ത്രീകളടക്കം 4 പേർ കുഴഞ്ഞു വീണു. കുടിവെള്ളം പോലും കിട്ടാതെ മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നതോടെ പ്രതിഷേധം ശക്തമായി. വെള്ളം വേണമായിരുന്നതാ. ഞങ്ങള് 10 മണിക്ക് മുമ്പേ വന്നതാണ്. ഇവർക്കൊക്കെ എന്ത് ധാർമ്മികതയുണ്ട് ഇവിടെയൊക്കെ നിൽക്കാൻ? അലവലാദികൾ. വാക്സിനേഷൻ കേന്ദ്രത്തിൽ 5 പോയിന്റുകൾ ക്രമീകരിച്ചിരുന്നുവെങ്കിലും ഏകോപനത്തിനോ തിരക്ക് നിയന്ത്രിക്കാനോ കുറച്ച് പോലീസുകാരല്ലാതെ ആരുമുണ്ടായിരുന്നില്ല. മതിയായ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നില്ല. 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, എന്നിട്ടും രക്ഷയില്ല. യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. യാതൊരു ഉത്തരവാദിത്വവും ചെയ്തിട്ടില്ല. ഒരു തുള്ളി വെള്ളം കരുതിയിട്ടില്ല. ഓൺലൈൻ രജിസ്ട്രേഷനിൽ വാക്സിൻ എടുക്കാൻ രാവിലെ 9 മണി സമയം ലഭിച്ചവരെ കൂടാതെ 11 മണിക്ക് സമയം ലഭിച്ചവരും ഒരുമിച്ചെത്തിയതാണ് പ്രശ്നത്തിനിടയാക്കിയതെന്നാണ് ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും വിശദീകരണം. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യമന്ത്രി KK ശൈലജ നിർദ്ദേശം നൽകി. നാളെ മുതൽ രജിസ്ട്രേഷനിൽ ലഭിക്കുന്ന സമയത്ത് മാത്രമേ ആളുകളെത്താവൂ എന്ന് തിരുവനന്തപുരം DCP ഡോക്ടർ വൈഭവ് സക്സേന. 24 തിരുവനന്തപുരം. സൂപ്പർ സ്പ്രെഡ് ജില്ലകളിൽ ഒന്നായ എറണാകുളം ജില്ലയിൽ നിയന്ത്രണങ്ങൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നു. ഹോട്ടലുകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കും കടകൾക്കും രാത്രി 7:30 വരെ പ്രവർത്തിക്കാം. നേരത്തെ 5:30 എന്നൊരു നിബന്ധന വെച്ചിരുന്നു. ഹോട്ടലുകളിൽ 7:30 വരെ ഇരുന്നും ഭക്ഷണം കഴിക്കാം. രാത്രി 9 മണി വരെ പാഴ്സൽ സർവീസുകൾ നൽകുകയും ചെയ്യും. ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ആന്റണിയുമായി എറണാകുളം ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് സംസാരിച്ചു. പ്രസക്ത ഭാഗങ്ങളിലേക്ക്. എറണാകുളത്തെ നിയന്ത്രണങ്ങൾക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമായിരിക്കും എറണാകുളത്തും കാര്യങ്ങൾ ഇനി നടക്കുക. ഏതായാലും എറണാകുളം ജില്ലാ കളക്ടർ S. വാസ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഇത് സ്റ്റേറ്റിൻ്റെ ഒരു സിംഗിൾ ഓർഡറാണ്. സോ സ്റ്റേറ്റിൽ എല്ലാ സ്ഥലങ്ങളിൽ കൂടെ സെയിം ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. സോ നമ്മുടെ ജില്ലയിൽ കൂടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡറാണ് നമുക്ക് കൂടെ ഫോളോ ചെയ്യേണ്ടി വരും. ബട്ട് നമുക്ക് നമ്മുടെ കണ്ടെയ്ൻമെൻറ്റ് സോൺസിൽ മറ്റേ വേറെ ക്ലസ്റ്റേഴ്സിൽ നമുക്ക് എക്സ്ട്രാ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അത് നാം ചെയ്തിട്ടുണ്ട്. സോ അതാണ്. അപ്പോൾ തന്നെ രോഗികളുടെ എണ്ണത്തിലും വലിയ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണോ? ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് നമുക്ക് കൂടുതൽ നമ്പേഴ്സ് വന്നത് ഡ്രൈവ് ചെയ്ത സമയത്തിലാണ്. അത് നമ്മുടെ വൾണറബിൾ ഏരിയാസിൽ മറ്റേ ഈ ഹൈ റിസ്ക് ഏരിയാസിലാണ് ചെയ്തത്. ഇന്ന് നമുക്ക് ഒരു ജനറലായ ഒരു ടെസ്റ്റിംഗ് നടത്തിയിരുന്നത്. ദേശീയ വാർത്തകൾ പലതും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ്. ആശ്വാസം നൽകാത്ത വാർത്തകളുമാണ് പലതും. ഉത്തരേന്ത്യയിൽ പ്രാണവായുവിനായി കേഴുന്ന മനുഷ്യരുടെ കഥകളാണ് നാം കേൾക്കുന്നത്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഓക്സിജൻ വാക്സിൻ ക്ഷാമമുണ്ട്.
എന്തായാലും അതിരൂക്ഷമായി തുടരുകയാണ് ഓക്സിജൻ ക്ഷാമവും വാക്സിൻ ക്ഷാമവും. വാർത്തയിലെ വാർത്തയുമായി അനുജ. രാജ്യത്ത് പ്രതിദിന കോവിഡ് കണക്ക് 3.5 ലക്ഷം കടന്നു. 2812 മരണം. മഹാരാഷ്ട്രയും കർണാടകയും UPയും വലിയ വ്യാപന മേഖലകളായെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് 2ാം തരംഗത്തിന് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് മദ്രാസ് ഹൈക്കോടതി. വീടുകളിലും മാസ്ക് നിർബന്ധമാക്കണമെന്ന് കോവിഡ് ടാസ്ക് ഫോഴ്സ് മേധാവി VK പോൾ. രാജ്യത്തെ ഓക്സിജൻ ക്ഷാമത്തിന് പരിഹാരമായില്ല. ഹരിയാനയിൽ 5ഉം ആന്ധ്രയിൽ 4ഉം മരണം. ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്താൻ സൈന്യം സജ്ജമെന്ന് സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത്. സൈനികാശുപത്രികളിൽ സാധാരണക്കാർക്കും പ്രവേശനം. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തിന്റെ കണക്കുകൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ആ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ 5 ദിവസങ്ങളിൽ ഇന്ത്യയിൽ കോവിഡിന്റെ 2ാം തരംഗത്തിൽ മരണമടഞ്ഞവരുടെ കണക്കുകൾ നോക്കൂ. ഇക്കഴിഞ്ഞ 5 ദിവസങ്ങളിലും 2000-ന് മുകളിലാണ് ഇന്ത്യയുടെ മരണനിരക്ക് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. 2812 എന്നതാണ് കണക്ക്. ലോകത്തെ ഈ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്ന ഈ മരണങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ലോകത്തെ മരണനിരക്കുകളുടെ പട്ടികയിലേക്ക് വളരെ വേഗം ഇന്ത്യ എത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള രാജ്യമായി അഥവാ കോവിഡ് രോഗികളെ പ്രതിദിനം സൃഷ്ടിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്യുന്നു. രോഗബാധ കൂടുതലുള്ള 5 സംസ്ഥാനങ്ങൾ കൂടി വളരെ വേഗം നമ്മളൊന്ന് പരിചയപ്പെട്ടു വന്നാൽ, ഈ രോഗബാധ ഏറ്റവും കൂടുതലുള്ള 5 സംസ്ഥാനങ്ങൾ ഹോട്ട്സ്പോട്ട് സ്റ്റേറ്റുകൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളാണ്. ഇതിൽ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും വളരെയധികം വലിയ രീതിയിലുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കാണുന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശിൽ 37,311, 206 മരണം. ഡൽഹിയിൽ 22,933, 350 മരണം. ഇതാണ് ആശങ്കപ്പെടുത്തുന്ന ഡൽഹിയുടെ കണക്ക്. മഹാരാഷ്ട്രയിൽ 66,191 ഇന്നത്തെയും കണക്ക്. 832 പേരാണ് മഹാരാഷ്ട്രയിൽ മരിച്ചത്. കർണാടകയിൽ 34,804 പുതിയ രോഗികളും 143 മരണവും രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ 21,890 പേരാണ് പുതിയ രോഗികളായി എത്തിയത്. 28 പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. വലിയ രീതിയിലുള്ള കണക്ക്. 3.5 ലക്ഷത്തിലധികം പ്രതിദിന കോവിഡ് രോഗികൾ എന്ന കണക്കാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഉള്ളത്. 3,80,000 എന്ന ലോകത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു അമേരിക്കയുടേത്. അതിനെ മറികടന്ന് തുടർച്ചയായി 5ാം ദിവസവും 3 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യയിലെ പ്രതിദിന കോവിഡ് കണക്കെത്തിയിരിക്കുന്നു. പിഴച്ചത് എവിടെയാണ്? 2ാം തരംഗത്തിന് ആവശ്യമായി ഓക്സിജൻ നിർമ്മിക്കാൻ സമയം കിട്ടിയിട്ടും നമുക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. പാർലമെന്റ് സമിതി 6 മാസങ്ങൾക്ക് മുമ്പ് നിർദ്ദേശിച്ചിട്ടും 4 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ കഫീൽ ഖാൻ ഓർമ്മപ്പെടുത്തിയിട്ടും നമുക്ക് എന്തുകൊണ്ട് ഓക്സിജൻ പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയാതെ പോയി? നോക്കാം ഒരു റിപ്പോർട്ട്. ഒരു നഗരം ചിതകളിൽ മാത്രം പ്രകാശിക്കുകയാണ്. റോയിട്ടേഴ്സ് ഏജൻസിയുടെ ഫോട്ടോഗ്രാഫർ ഡാനിഷ് സിദ്ദിഖി പകർത്തിയ ഈ ചിത്രങ്ങളിൽ ഒറ്റ ഫ്രെയിമിൽ ഒതുങ്ങാത്ത ഒരുപാട് ജീവിതങ്ങളാണ്. പലായനങ്ങൾ പലത് കണ്ട് ഡൽഹി അത് കണ്ട ഏറ്റവും വലിയ ജീവിത പലായനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രാണനായി പിടയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മണിക്കൂറുകൾ പ്രാണവായു നിറച്ചു കിട്ടാൻ സിലിണ്ടറുകളുമായി കാത്തുനിൽക്കുന്നവർ, മുട്ടിവിളിക്കുന്ന ആശുപത്രികളിൽ കിടക്കകളില്ലെന്ന ക്ഷമാപണത്തിൽ ജീവിതം കയ്യിൽ പിടിച്ചുള്ള പാച്ചിലുകൾ. 2ാം കോവിഡ് തരംഗത്തിൽ ഇന്ത്യയുടെ പ്രതിരോധം പിഴച്ചെന്ന ലോകാരോഗ്യ സംഘടനയുടെ വിമർശനം വരും മുൻപേ നമ്മൾ വലിയ വീഴ്ചയിലെത്തിയിരുന്നു. പോയ വർഷം നവംബറിൽ തന്നെ രാജ്യത്തെ ഓക്സിജൻ പ്രതിദിന ഉൽപാദനം 7,000 മെട്രിക് ടണ്ണിൽ നിന്ന് ഉയർത്തണമെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും വാഴുന്നോർ അത് അവഗണിച്ചു. 2 മാസത്തിനു ശേഷം പ്രധാനമന്ത്രിയുടെ കെയർ ഫണ്ടിൽ നിന്ന് 162 ഓക്സിജൻ പ്ലാന്റുകൾക്ക് 202 കോടി രൂപ അനുവദിച്ചു. സ്ഥാപിച്ചതാവട്ടെ 33 പ്ലാന്റുകൾ മാത്രം. 2ാം തരംഗം പിടിമുറുക്കി തുടങ്ങിയപ്പോഴും ബംഗാളിലെ രാഷ്ട്രീയ മഹായുദ്ധത്തിലെ ആൾക്കൂട്ടം കണ്ട് ചിലർ ആവേശം പൂണ്ടു. മറ്റു ചിലർ കുംഭമേളകളിൽ പുണ്യസ്നാനത്തിനു പോയി. ഒരിടത്ത് ആളുകൾ ചേരുമ്പോൾ മറുഭാഗത്ത് രാജ്യ തലസ്ഥാനത്ത് ജീവൻ ചോർന്നു തുടങ്ങിയിരുന്നു. ഡൽഹിയിലെ അത്യാഹിത വിഭാഗത്തിലെ രോഗികൾക്ക് മാത്രം 700 മെട്രിക് ടൺ വേണമെന്നിരിക്കെ പകുതി പോലും മെഡിക്കൽ ഓക്സിജൻ ഉറപ്പുവരുത്താനായില്ല. മഹാനഗരത്തിന്റെ ഒരു കോണിൽ ഓക്സിജൻ കിട്ടാതെ പെരുകുന്ന മരണവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മറുകോണിൽ വ്യവസായ ഇടനാഴിയിൽ നാടിന് ശ്വസിക്കാൻ വേണ്ടത്ര അളവിൽ ഓക്സിജൻ നിർമ്മിച്ചുകൊണ്ടേയിരുന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് ഗോരഖ്പൂരിൽ കുഞ്ഞുങ്ങൾ
ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിച്ചപ്പോൾ നാടിന് ചികിത്സയ്ക്കായി ഓക്സിജൻ വേണമെന്ന് അധികൃതരോട് ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരാൾ, ഡോക്ടർ കഫീൽ ഖാൻ. ജയിലിലടച്ചാണ് സർക്കാർ കണക്ക് തീർത്തത്. ഒരു പ്രതിമ നിർമ്മിക്കാൻ വേണ്ട ചെലവിന്റെ പകുതി മതി ഡൽഹി പോലെ ഒരു നഗരത്തിനു വേണ്ട പ്രാണവായു നിർമ്മിക്കാൻ ആവശ്യമായ 200 പ്ലാന്റുകൾ സ്ഥാപിക്കാൻ. മെയ് അവസാന വാരത്തോടെ ഡൽഹിയിലെ പ്രതിദിന കോവിഡ് രോഗികൾ 65,000 കടക്കുമെന്നാണ് കോവിഡ് ടാസ്ക് ഫോഴ്സ് പ്രവചനം. അതായത് ഒരു മാസം കൊണ്ട് ഡൽഹിക്ക് വേണ്ട ഓക്സിജൻ 3 മടങ്ങ് കരുതണം എന്നർത്ഥം. ഈ കണക്കുകളെല്ലാം നമുക്ക് സംഖ്യകൾ മാത്രമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാണവായുവിനായി സിലിണ്ടറുമായി കാത്തുനിൽക്കും വരെ. ഇപ്പോഴും ഓക്സിജൻ സിലിണ്ടറുമായി ക്യൂ നിൽക്കുന്നവരുടെ, വരി നിൽക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. കോവിഡ് മൂർച്ഛിച്ച് ജീവവായുവിനായി പിടയുന്ന ഉറ്റവർക്ക് മതിയായ ഓക്സിജൻ എത്തിക്കാൻ അലഞ്ഞലഞ്ഞ് ഒടുവിൽ പരാജയപ്പെട്ട് അവരെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നവരുടെ വിലാപങ്ങൾക്കൊപ്പം ഡൽഹിയിലെ പരിസര നഗരങ്ങളിലെ നിരത്തുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഓവർ ടു യു ബൽറാം. അരുൺകുമാർ, രാജ്യ തലസ്ഥാനത്ത് ഹൃദയഭേദകമായ കാഴ്ചകൾ നിറഞ്ഞ മറ്റൊരു പകൽ കൂടി കടന്നുപോയിരിക്കുകയാണ്. എന്നാൽ ഓക്സിജൻ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ജനങ്ങൾ തെരുവിൽ തന്നെ തുടരുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാഴ്ച തന്നെ അത്തരത്തിലുള്ള ഒന്നാണ്. ഓക്സിജൻ സിലിണ്ടറുകൾ നിറയ്ക്കാനായി ഇത്രയും നേരമായി, അതായത് 12 മണിക്കൂറിലേറെയായി കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇവർ. നിരത്തി വച്ചിരിക്കുന്ന സിലിണ്ടറുകൾ കാണാം, ഒരു മതിൽ പോലെ. മണിക്കൂറുകൾ നിന്ന ശേഷവും ഇവർക്ക് സിലിണ്ടറുകൾ ലഭിച്ചിട്ടില്ല. ആദ്യ പരിഗണന നൽകുന്നത് ആശുപത്രികളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്കും അതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങൾ വഴി വരുന്നവർക്കുമാണ്. അതിനുശേഷം മാത്രമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത്. ഇവർ ഭൂരിഭാഗവും സ്വന്തം വീടുകളിൽ രോഗികൾ ചികിത്സയിൽ കഴിയുന്നവരാണ്. അവർക്ക് വേണ്ടിയുള്ള ഓക്സിജൻ നിറയ്ക്കാനായി വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ കഴിയുന്ന രോഗികൾക്ക് ആശുപത്രികൾ നിസ്സഹായാവസ്ഥ അറിയിക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾ നേരിട്ടെത്തി ഓക്സിജൻ ശേഖരിക്കാൻ എത്തിയവരുണ്ട്. ഇവർക്കെല്ലാം മണിക്കൂറുകൾക്ക് ശേഷവും ഓക്സിജൻ ലഭ്യമായിട്ടില്ല. ഇപ്പോഴും ആ കാത്തുനിൽപ്പ് തുടരുകയാണ്. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്നത് നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ഓക്സിജൻ നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും നാളെ മുതൽ എന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിന് മറുപടിയില്ലാതെ തന്നെ തുടരുന്നു. സമാനമായി തന്നെയാണ് ആശുപത്രികളിലെ കിടക്കകളുടെ അവസ്ഥയും ഉള്ളത്. ആശുപത്രികളിൽ കിടക്കകൾ ഒഴിവില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് LNJP ആശുപത്രിയിൽ 1500 കിടക്കകൾ ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് പോലും ഇനി പ്രവേശിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ആളുകൾ നിറഞ്ഞിരിക്കുന്നു. മറ്റ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും സമാനമായ സാഹചര്യം തന്നെ തുടരുകയാണ്. ഇതിന് എന്ത് പരിഹാരം എന്നാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം. എന്തായാലും വിദേശ രാജ്യങ്ങളുടെ ഉൾപ്പെടെ സഹായം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ, ഓക്സിജനും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്സിജൻ എക്സ്പ്രസ് ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എങ്കിൽ പോലും പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ തന്നെ തുടരുകയാണ്. ഉടൻ തന്നെ ഒരു പരിഹാരം കാണണം എന്ന ആവശ്യം തന്നെയാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓക്സിജൻ ടാങ്കറുകളും ഓക്സിജൻ സിലിണ്ടറുകളും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതും അതിവേഗം തുടരുകയാണ്. പ്രതിദിന കേസ് കുതിച്ചുയരുന്ന കർണാടകയിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാത്രി 9 മണി മുതൽ 14 ദിവസത്തേക്കാണ് കർണാടകയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. അവശ്യ സേവനങ്ങൾ രാവിലെ 6 മണി മുതൽ 10 മണി വരെ മാത്രം അനുവദിക്കും. 10 മണിക്ക് ശേഷം കടകൾ അടയ്ക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുഗതാഗതം അനുവദിക്കില്ല. നിർമ്മാണം, ഉൽപാദനം, കൃഷി എന്നീ മേഖലകൾക്ക് സർക്കാർ ഇളവ് അനുവദിച്ചു. ബംഗളൂരു അടക്കമുള്ള സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ തീരുമാനം. പ്രതിദിനം 30,000-ന് മുകളിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ രോഗബാധ. കോവിഡ് വ്യാപനത്തിന്റെ ഇടയിലും പശ്ചിമ ബംഗാളിൽ 7ാം ഘട്ട വോട്ടെടുപ്പാണ്. മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് ബംഗാളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. 75% കടന്നിരിക്കുന്നു. അതായത് കോവിഡിന്റെ 2ാം തരംഗത്തിന്റെ രൂക്ഷ വ്യാപനത്തിനിടയിലും കനത്ത പോളിംഗ് ആണ് പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 7ാം ഘട്ടത്തിൽ. ആ വാർത്തയുമായി അനുജ. പശ്ചിമ ബംഗാളിൽ 7ാം ഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ് 75% കടന്നു. വിധി എഴുതിയത് 36 മണ്ഡലങ്ങൾ. കനത്ത കേന്ദ്രസേനാ വിന്യാസത്തിനിടയിൽ ഇന്നും അക്രമ സംഭവങ്ങൾ. ഭവാനിപൂരിൽ മമതാ ബാനർജി വോട്ട് രേഖപ്പെടുത്തി. തൃണമൂൽ കോൺഗ്രസ് ഭരണം നിലനിർത്തുമെന്ന് മമതാ ബാനർജിയുടെ അവകാശവാദം. ബംഗാളിൽ 7ാം ഘട്ട പോളിംഗ് പൂർത്തിയായപ്പോൾ പലയിടത്തും അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, 7ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് പോളിംഗ് ഉയർന്നു തന്നെ നിൽക്കുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമാവുന്ന സാഹചര്യത്തിലും എന്തൊക്കെ സൂചനകളാണ്? ഡോക്ടർ അരുൺ, 8 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് 7ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്. മുൻപുള്ള ഘട്ടങ്ങളെ പോലെ തന്നെ പശ്ചിമ ബംഗാളിൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഈ ഘട്ടത്തിലും നടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഈ ബൂത്തുകൾക്ക് മുന്നിൽ ആരംഭിച്ച ക്യൂ ഏതാണ്ട് വൈകിട്ട് വരെ നീളുന്ന ഒരു കാഴ്ചയാണ് നടന്നത്. മുൻഘട്ടത്തെ അപേക്ഷിച്ച് വളരെ ചില പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ സിറ്റിംഗ് സീറ്റ്, മമതാ ബാനർജിയുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ഭവാനിപൂർ ഇന്ന് വിധി എഴുതി എന്നുള്ളതാണ്. അവിടെ ഇത്തവണ മമതാ ബാനർജി മത്സരിക്കുന്നില്ലെങ്കിലും അവർ ഏതാണ്ട് 4 തവണയാണ് അവിടെ റോഡ് ഷോ നടത്തിയത്. ഭവാനിപൂരിൻ്റെ ഒരു പ്രത്യേകത, BJP ഇത്തവണ ഭവാനിപൂർ പിടിച്ചെടുക്കും എന്ന ഒരു വാദമുയർത്തിക്കൊണ്ടാണ് ആദ്യം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത്. അമിത്ഷയും JP നദ്ദയും പ്രചരണം ആരംഭിച്ചത്, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് ഈ ഭവാനിപൂരിൽ നിന്നാണ്. BJPയുടെ ദേശീയ നേതാക്കൾ നിരനിരയായി ഭവാനിപൂരിലേക്ക് എത്തുകയും ഭവാനിപൂർ പിടിച്ചെടുക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. വളരെ ശക്തമായിട്ടുള്ള പോളിംഗ് അവിടെ നടന്ന പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള വളരെ ശക്തമായിട്ടുള്ള പോളിംഗാണ് ഭവാനിപൂരിൽ ഉണ്ടായത്. മമതാ ബാനർജിയുടെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജിയും ഇന്ന് ഈ ഭവാനിപൂരിൽ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഘട്ടങ്ങളിൽ നിന്നും, ഇതുവരെ നടന്ന ഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് നടന്ന ഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇതുവരെ നടന്ന ഘട്ടങ്ങളിലെല്ലാം ഭൂരിപക്ഷം സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു. എന്നാൽ ഇന്ന് നടന്ന 36 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ഈ 36 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ 34 വോട്ടിംഗ് നടന്നത്. കാരണം 2 സ്ഥാനാർത്ഥികൾ മരണപ്പെട്ടതുകൊണ്ട് തൽക്കാലം അവിടെ വോട്ടെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ 34 മണ്ഡലങ്ങളിൽ. രാധാകൃഷ്ണനാണ് പശ്ചിമ ബംഗാളിലെ 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ വിശദ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നാളത്തെ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ തയ്യാറാണ്. ഉന്മേഷ് ശിവരാമൻ, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് ഓവർ ടു യു. ഗുഡ് ഈവനിംഗ് അരുൺകുമാർ. നാളെ മലയാള പത്രങ്ങളുടെ 1ാം പേജിൽ ഇടം പിടിക്കുന്ന വാർത്തകളിൽ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉറപ്പായും ഉണ്ടാകും. ഒപ്പം കോവിഡുമായി ബന്ധപ്പെട്ട അനുബന്ധ വാർത്തകളും പ്രതീക്ഷിക്കാം. 1ാം പേജിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ ഇവയെല്ലാമാണ്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അത് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമാണ്. ഒപ്പം വാരാന്ത്യ നിയന്ത്രണം തുടരും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുന്ന പരമാവധി ആളുകളുടെ എണ്ണം വെട്ടിക്കുറച്ചിരിക്കുന്നു. അത് 50 മാത്രമാണ്. ഈ പുതിയ കണക്കുകൾ സഹിതം 1ാം പേജ് വാർത്ത നാളെ മലയാള പത്രങ്ങളുടെ 1ാം പേജിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാനത്ത് കൊറോണ വൈറസിന്റെ ബ്രിട്ടീഷ് സൗത്ത് ആഫ്രിക്കൻ വകഭേദങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ഈ വകഭേദ സ്ഥിരീകരണവും 1ാം പേജിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാക്സിന്റെ വിലയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് രാജ്യത്തും ഒപ്പം സംസ്ഥാനത്തും. ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ വാക്സിൻ വില കുറയ്ക്കണമെന്ന് മരുന്ന് കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ ആവശ്യപ്പെടലിന് സവിശേഷ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് 1ാം പേജിലേക്ക് വാർത്ത എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. സംസ്ഥാനത്തെ +2 പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു. ഒപ്പം മെയ് മാസത്തിൽ നടത്താനിരുന്ന PSC പരീക്ഷകളും മാറ്റിയിരിക്കുന്നു. ഒരു തലക്കെട്ടായി തന്നെ ഈ 2 വാർത്തകളും ഉണ്ടായിരിക്കും. ഇന്ന് സംസ്ഥാനത്ത് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പ്രകടമായ തിരക്ക്, അതൊരു വാർത്തയായി മാറും. പ്രത്യേകിച്ച് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ആ തിരക്ക് ഒരു സചിത്ര വാർത്ത ആ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. പശ്ചിമ ബംഗാളിലെ 7ാം ഘട്ട വോട്ടെടുപ്പ് സമാപിച്ചിരിക്കുന്നു. മികച്ച പോളിംഗ് കൊണ്ട് 75% മുകളിലാണ് പോളിംഗ്. അത് സൂചിപ്പിക്കുന്ന വാർത്തയുണ്ടാകും. ഓസ്കർ അവാർഡ് പ്രഖ്യാപനം, അത് ചരിത്രമായി കൂടി മാറുകയാണ്. ഏഷ്യൻ വംശജ മികച്ച സംവിധായികയാകുന്നു എന്നുള്ള പ്രഖ്യാപനത്തോടെ ഏതായാലും ഓസ്കർ അവാർഡ് പ്രഖ്യാപന വാർത്ത 1ാം പേജിലേക്ക് എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഉൾപേജുകളിലേക്ക് എത്തുകയാണെങ്കിൽ വീടുകളിലടക്കം മാസ്ക് ധരിക്കണം എന്നൊരു നിർദ്ദേശം കോവിഡ് ടാസ്ക് ഫോഴ്സ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ ശക്തിപ്പെടുന്ന ഒരു ആവശ്യമായി മാറിയേക്കാം. ഏതായാലും ഒരു തലക്കെട്ടായി അത് പ്രതീക്ഷിക്കാം. ഓക്സിജൻ കിട്ടാതെയുള്ള മരണം രാജ്യത്ത് ഇന്നും ആവർത്തിക്കുന്ന കാഴ്ച കണ്ടു. ഹരിയാനയിലും ആന്ധ്രയിൽ നിന്നും അത്തരം മരണ വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്ത കൂടി പ്രതീക്ഷിക്കാം. മദ്രാസ് ഹൈക്കോടതി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയ ഒരു വിമർശനം ശ്രദ്ധേയമാണ്. കോവിഡ് 2ാം തരംഗത്തിന് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ആളുകളുടെ ജീവനെ ഗൗനിച്ചില്ല എന്ന തരത്തിൽ ഗൗരവതരമായ ഒരു പരാമർശം മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതൊരു തലക്കെട്ടായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനായി വ്യാപക പ്രതിഷേധം അലയടിച്ച ദിവസമാണെന്ന് മുഖ്യമന്ത്രി നേരത്തെ കത്തയച്ചിരുന്ന വിഷയത്തിൽ സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ മുഖ്യമന്ത്രി
വന്നിരിക്കുന്നത്. നന്ദി രേഖപ്പെടുത്തി ഇതടക്കമുള്ള ഒരു വാർത്ത പ്രതീക്ഷിക്കാം. കൊടകരയിലെ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് 7 പ്രതികൾ അറസ്റ്റിൽ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് കള്ളപ്പണം എത്തിച്ചാണ് എന്ന തരത്തിൽ ആരോപണമുണ്ട്. ആ പാർട്ടി തന്നെ അത് നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടൊരു വാർത്ത നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. ഒപ്പം ആലപ്പുഴയിലെ ഒരു കവർച്ച വാർത്ത കൂടിയുണ്ട്. അവിടെ പെട്രോൾ പമ്പിൽ നിന്ന് ബാങ്കിൽ അടയ്ക്കാൻ കൊണ്ടുപോയ 13 ലക്ഷം രൂപ ബൈക്കിലെത്തിയ 2 അംഗ സംഘം കവർന്നിരിക്കുന്നു. ആ വാർത്ത ക്രൈം പേജിൽ ഉണ്ടായിരിക്കും. ഒപ്പം മോഹൻലാൽ ചിത്രം മരക്കാരന്റെ റിലീസ് മാറ്റിവെച്ചിരിക്കുന്നു. കോവിഡ് 2ാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 12 റിലീസ് മാറ്റിയിരിക്കുന്നു. ഈ വാർത്തയും നാളെ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കാം. അരുൺകുമാർ. ഉന്മേഷ് ശിവരാമനാണ് നാളത്തെ പത്രവുമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയത്. താങ്ക് യു ഉന്മേഷ് ആൻഡ് ഗുഡ് നൈറ്റ്. ഇനി നമ്മൾ പോകുന്നത് ക്രൈം വാർത്തകളിലേക്കാണ്. ഇന്നത്തെ വാർത്താപ്പകൽ കണ്ട പ്രധാനപ്പെട്ട ക്രൈം വാർത്തകൾ, കുറ്റവും ശിക്ഷയും. തൃശൂരിൽ നിന്നാണ് ആ വാർത്ത. കൊടകരയിലെ കുഴൽപ്പണത്തിന്റെ വാർത്ത. തൃശൂർ കൊടകരയിൽ 3.5 കോടി രൂപയുടെ കുഴൽപ്പണം കവർന്ന സംഭവത്തിൽ 7 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊട്ടേഷൻ സംഘാംഗങ്ങളും അവർക്ക് സഹായം നൽകിയവരുമാണ് അറസ്റ്റിലായത്. ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്നും കേസിലെ രാഷ്ട്രീയ ബന്ധം പരിശോധിച്ചു വരികയാണെന്നും റൂറൽ SP ജി പൂങ്കുഴലി പറഞ്ഞു. വെള്ളിക്കുളങ്ങര കിഴക്കേ കോടാലി വെട്ടിയാട്ടിൽ ദീപക്, വേളൂക്കര ആപ്പിൾ ബസാർ വട്ടപ്പറമ്പിൽ അരീഷ്, വടക്കുംകര വെളയനാട് കോക്കാടൻ മാർട്ടിൻ ദേവസി, വടക്കുംകര പട്ടേപ്പാടം ലബീബ്, വെളയനാട് കുട്ടിച്ചാൽപ്പറമ്പ് അഭിജിത്ത്, വെളയനാട് തോപ്പിൽ ബാബു, വേളൂക്കര വേലപ്പറമ്പിൽ അബ്ദുൾ ഷാഹിദ് എന്നിവരാണ് അറസ്റ്റിലായത്. നേരത്തെയും സമാന കേസുകളിൽ പ്രതികളാണ് ഇവർ. പദ്ധതി ആസൂത്രണം ചെയ്തവരിൽ 3 പേരെ കൂടി പിടികൂടാനുണ്ടെന്നും ഇവരെക്കുറിച്ച് വ്യക്തതയുണ്ടെന്നും ഉടൻ അറസ്റ്റുണ്ടാകുമെന്നും SP ജി പൂങ്കുഴലി പറഞ്ഞു. ഇതിൽ കൃത്യത്തിൽ ഉൾപ്പെട്ട പ്രതികൾ 7 പേരുണ്ട്. ഈ സംഭവ സ്ഥലത്ത് ഇവരുടെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. ഇതിനുമായിട്ടുള്ള തെളിവുകളും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം അവരിപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. ഇപ്പോൾ വളരെ പ്രിലിമിനറി സ്റ്റേജിലേ ഉള്ളൂ. അപ്പോൾ അവരുടെ ചോദ്യം ചെയ്യുമ്പോഴേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വ്യക്തതയാവും. എങ്ങനെ പൈസ കൊണ്ടുപോയതും ബാക്കി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇക്കഴിഞ്ഞ 3-ന് പുലർച്ചെയാണ് കൊടകരയിൽ വ്യാജ അപകടമുണ്ടാക്കി പണം തട്ടിയത്. ദേശീയ പാർട്ടി തെരഞ്ഞെടുപ്പിന് വിനിയോഗിക്കാൻ കൊച്ചിയിലേക്ക് അയച്ച 3.5 കോടിയാണ് സംഘം കവർന്നതെന്നാണ് ആക്ഷേപം. സംഭവത്തിന് പിന്നിൽ പാർട്ടിയിലെ സംഘം തന്നെയാണെന്നാണ് ആരോപണം. കേസിലെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും SP പറഞ്ഞു. ഒളിവിലായിരുന്ന പ്രതികളെ കോഴിക്കോട്, എറണാകുളം, കാക്കനാട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് പിടികൂടിയത്. അതേസമയം സംഭവത്തിൽ BJPയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിനെതിരെ ജില്ലാ നേതൃത്വം രംഗത്തെത്തി. ആരോപണത്തിന് പിന്നിൽ CPM ഗൂഢാലോചനയാണെന്ന് ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ പറഞ്ഞു. 24 തൃശൂർ. വയനാട് നിന്നും എത്തിയ മറ്റൊരു വാർത്ത. വയനാട് സുൽത്താൻ ബത്തേരിയിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് ചികിത്സയിലായിരുന്ന 2 വിദ്യാർത്ഥികൾ മരിച്ചു. ബത്തേരി കോട്ടക്കുന്ന് സ്വദേശി മുരളി, കുണ്ടുപറമ്പിൽ അജ്മൽ എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥി ഫെബിൻ ഫിറോസ് ചികിത്സയിലാണ്. ബത്തേരി കുപ്പാടി കാരക്കണ്ടിക്ക് സമീപം ഈ മാസം 22-നായിരുന്നു സംഭവം. ഉച്ചയ്ക്ക് 1 മണിയോടെ മണ്ണാർക്കാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ ഷെഡിലാണ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ മുരളി, അജ്മൽ ഉൾപ്പെടെ പ്രദേശവാസികളായ 3 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരവെയാണ് 2 വിദ്യാർത്ഥികൾ ഇന്ന് മരിച്ചത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ കാരക്കണ്ടി ജലീലിന്റെ മകൻ ഫെബിൻ ഫിറോസ് ചികിത്സയിലാണ്. മരിച്ച അജ്മൽ ഫെബിൻ ഫിറോസിന്റെ ബന്ധുവാണ്. ഫെബിന്റെ വീട്ടിൽ അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതാണ് അജ്മൽ. കണ്ണൂരിൽ നിന്നെത്തിയ സ്ഫോടന പരിശോധന വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ വെടിമരുന്നാണ് പൊട്ടിത്തെറിച്ചതെന്ന് കണ്ടെത്തി. ആളൊഴിഞ്ഞ ഷെഡിൽ വെടിമരുന്ന് എങ്ങനെ എത്തി എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. 2 വർഷം മുമ്പ് വരെ പടക്ക ഗോഡൌൺ ആയിരുന്നു ഷെഡ്. 24 വയനാട്. ഇനി ന്യൂസ് നൈറ്റിൽ ലോകവിശേഷം. ലോകവിശേഷങ്ങളുമായി നമുക്കിപ്പം പി ജെയിംസ് ചേരുന്നു. വെരി ഗുഡ് ഈവനിങ് പി ജെയിംസ്. നമുക്ക് ആദ്യം US-ലെ വാർത്തയിലേക്ക് പോകാം. അവിടെ ബൈഡൻ ഇപ്പോ 100ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ബൈഡനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റഷ്യയെ ശത്രുപക്ഷത്ത് നിർത്തിയത് ബൈഡന്റെ നയതന്ത്രമാണെന്നാണ് ട്രംപ് വിമർശിക്കുന്നത്. മാത്രവുമല്ല, ചൈനയും റഷ്യയും തമ്മിൽ അടുക്കാനിടയായതിനു പിന്നിലും ബൈഡന്റെ മോശം നയതന്ത്രമാണെന്നാണല്ലോ ട്രംപ് ആരോപിക്കുന്നത്. ഡെമോക്രാറ്റുകൾ രംഗത്തെത്തുകയും ചെയ്തു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പി ജെയിംസ്? ഗുഡ് ഈവനിങ് അരുൺ. ട്രംപ് ഒരുപാട് കാലത്തിന് ശേഷം വളരെ പരസ്യമായി രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം ഫോക്സ് ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് വലിയ രീതിയിൽ ജോ ബൈഡനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. റഷ്യയെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള അമേരിക്കയുടെ നിലപാടിനെയാണ് ട്രംപ് വലിയ രീതിയിൽ വിമർശിച്ചിരിക്കുന്നത്. ട്രംപിന് ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാവാം. 2016-ൽ ട്രംപ് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി അന്ന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത്
റഷ്യയാണെന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അത് ശരിവെക്കുകയും ചെയ്തു. ലക്ഷക്കണക്കിന് വ്യാജ മെയിലുകൾ അയച്ചാണ് റഷ്യൻ ഏജൻസികൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപിനെ പിന്തുണച്ചത്. പക്ഷേ ട്രംപ് പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചൈനയും അമേരിക്കയും തമ്മിൽ സംഘർഷത്തിന്റെ വക്കിൽ നിൽക്കുന്ന സമയത്ത് റഷ്യയെ കൂടി ശത്രുപക്ഷത്ത് നിർത്തുമ്പോൾ അത് വലിയ രീതിയിൽ അമേരിക്കയെ ബാധിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യയും ചൈനയും തമ്മിൽ അടുക്കുകയാണ്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അദ്ദേഹം ചൈനയിലെത്തി അവിടുത്തെ വിദേശകാര്യമന്ത്രി യാങ് യുമായി ചർച്ച നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കുകയാണ്. ആയുധങ്ങൾ പരസ്പരം കൈമാറുന്നു, പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുമായി റഷ്യ അടുക്കാൻ കാരണമായത് ജോ ബൈഡന്റെ ഇടപെടലാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡെമോക്രാറ്റുകൾക്ക് തിരിച്ചുള്ളൊരു വിശദീകരണമുണ്ട്. അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് ഇത്തവണയും കൂടി അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് റഷ്യ. പി ജെയിംസ്, ഇപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീൻ ആക്രമണത്തിന്റെ വാർത്തകൾ എത്തുന്നു. സിറിയയുമായിട്ടുള്ള ആക്രമണത്തിന്റെ വാർത്ത എത്തുന്നു. ഇസ്രായേലി ഡ്രോണുകൾ ആക്രമണം നടത്തിയ വാർത്ത എത്തുന്നു. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പി ജെയിംസ്? മധ്യപൂർവ്വ ഏഷ്യയിൽ ഇപ്പോഴും ബോംബാക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രായേൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സിറിയയിൽ വലിയ തോതിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. ഒരുപാട് ബോംബുകളാണ് വർഷിച്ചിട്ടുള്ളത്. സിറിയ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ യുദ്ധം ചെയ്യുന്നവർ പ്രധാനമായിട്ട് ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി സംഘടനകളാണ്. ഹെസ്ബുള്ള അടക്കമുള്ള, ഹമാസ് അടക്കമുള്ള സംഘടനകൾ അവിടെയുണ്ട്. ഹെസ്ബുള്ളയാണ് പ്രധാനം. എന്തായാലും അവർക്ക് നേരെയാണ് ബോംബ് വർഷം നടത്തിയിട്ടുള്ളത്. ഇസ്രായേലിന് അത് പറയാനൊരു കാരണമുണ്ട്. അവരുടെ ആണവ കേന്ദ്രത്തിന് നേരെ സിറിയ ബോംബ് അയച്ചു, മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വാദം. പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിൽ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ജെറുസലേമിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇടപെട്ട് ഇസ്രായേലും പലസ്തീനും തമ്മിൽ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇസ്രായേലിന് പുറമെ പാലസ്തീനും സാമ്പത്തിക സഹായം അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. പക്ഷെ അതെല്ലാം പരാജയപ്പെടുത്തുന്ന രീതിയിലാണ് വീണ്ടും ഇസ്രായേലും പലസ്തീനും തമ്മിൽ ജെറുസലേമിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ജെറുസലേം ഭാവിയിൽ തങ്ങളുടെ തലസ്ഥാനമായി മാറ്റാൻ ഇസ്രായേലിന് താല്പര്യമുണ്ട്. പക്ഷെ തങ്ങളുടെ ഒരു സംസ്ഥാനമാണ് ജെറുസലേം എന്ന് പാലസ്തീനും പറയുന്നു. എന്തായാലും ഏറ്റവും അവസാനം കോവിഡിനെ പി ജെയിംസ് ആണ് ലോകവിശേഷങ്ങളുമായി പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഇനി ന്യൂസ് ഡേറ്റ് അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു. ന്യൂസ് ഡേറ്റ് അവസാനിക്കുമ്പോൾ ഒരു ഡോക്ടറെ പ്രേക്ഷകർക്ക് കാണിച്ചു തന്നുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി. പ്രദീപിന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. തെരുവിന്റെ മക്കളെ മഹാമാരിക്ക് വിട്ടുകൊടുക്കാതെ കാത്തുസൂക്ഷിച്ച ഒരു ഡോക്ടറായിരുന്നു കോവിഡിന് മുന്നിൽ ദയനീയ അന്ത്യത്തിന് കീഴടങ്ങിയ ഈ ഡോക്ടർ പ്രദീപ് ബിൽജവാൻ. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ രാവു പകലാക്കി രോഗികൾക്കിടയിൽ ഓടി നടന്നിരുന്ന ഡോക്ടർ പ്രദീപ് ബിൽജവാൻ കോവിഡിന് മുന്നിൽ കീഴടങ്ങി. പക്ഷേ പ്രാണവായു കിട്ടാതെ, ഒരു കിടക്ക പോലും കിട്ടാതെയായിരുന്നു ഡോക്ടർ പ്രദീപ് ബിൽജവാന്റെ ഡൽഹിയിലെ അന്ത്യം. ഡൽഹിയിൽ പ്രാണവായുവോ കിടക്കയോ ഇല്ലാതെ കീഴടങ്ങിയ 350 മനുഷ്യരിൽ ഏതോ ഒരാളായിരുന്നില്ല ഡോക്ടർ പ്രദീപ് ബിൽജവാൻ. പ്രായം 60. മരിക്കാൻ അതൊരു പ്രായമേ ആയിരുന്നില്ല. പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ഡൽഹിയുടെ തെരുവ് മക്കൾക്ക് ആയുഷ്കാലം നീട്ടിക്കൊടുത്ത ജീവൻമശായി ആയിരുന്ന പ്രദീപ് ബാബുവിന്. ഡൽഹിയിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു കോണിൽ ഒരു കിടക്ക കിട്ടിയിരുന്നെങ്കിൽ പ്രദീപ് ബാബു തെരുവിലെ ജീവിതങ്ങൾ കിറ്റിച്ച മെഡിക്കൽ ശ്രദ്ധയിൽ ഇത്തിരി ലഭിച്ചുവെങ്കിൽ ഇനിയും ഡൽഹിയുടെ ജീവന് കൂട്ടായി ഡോക്ടർ പ്രദീപ് തുടരുമായിരുന്നു. ഒരു പതിറ്റാണ്ടായി ഡൽഹിയുടെ തെരുവുകളിൽ വീടില്ലാത്ത, വീട്ടുകാരില്ലാത്ത അനാഥ ജീവനുകൾക്ക് അഭയമായിരുന്നു പ്രദീപ്. തെരുവിൽ മനുഷ്യർ തിരിച്ചെത്തുന്ന രാത്രികളിൽ ചികിത്സയുമായി യമുനാ തീരത്തെ ഗീതാഘട്ടിലും മീനാ ബസാറിലും ഇനി ഡോക്ടർ പ്രദീപ് ഉണ്ടാകില്ല. ഡൽഹിയിലെ അനാഥ മരണങ്ങളിലൊന്നായി ഡോക്ടർ പ്രദീപ് ബിൽജവാനും മടങ്ങി. ഡോക്ടർ പ്രദീപിന്റെ ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ഈ ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വാർത്താപ്പകൽ നാളെ. കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ന്യൂസ് നൈറ്റിൽ. അതുവരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശുഭരാത്രി. സ്റ്റേ സേഫ്.